ഇന്ന് നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കാം. എന്താ കോംപ്ലക്സ് ടിഷ്യൂ? കോംപ്ലക്സ് ടിഷ്യൂ ഈസ് എ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ലിവിങ് ആൻഡ് ഡെഡ് സെൽസ്. എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടായിരിക്കാം. ഈ സെല്ലുകൾ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ ലിവിങ് സെല്ലുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഡെഡ് സെൽസും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ സെല്ലുകളെല്ലാം അതിൻ്റെ സൈസും ഷേപ്പും സ്ട്രക്ചറും ഒക്കെ വ്യത്യാസമായിരിക്കും. എങ്കിൽ കൂടെ ഈ സെല്ലുകൾ എല്ലാം തന്നെ ഒരുമിച്ച് ഒരു യൂണിറ്റായിട്ട് നിന്നാൽ മാത്രമേ ആ ടിഷ്യൂവിന് അസൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈലത്തിൽ സൈലം ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, പാരൻകൈമ, ഫൈബർ, ഇതെല്ലാം ഉണ്ട്. സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താ? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. വേരിൽ നിന്ന് തണ്ടിലേക്കും ഇലകളിലേക്കും ഒക്കെ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടർ കണ്ടക്റ്റിംഗ് സെൽസ് എന്ന് പറയുന്നത് ഈ സൈലത്തിലെ ട്രക്കീഡ്സും വെസൽസുമാണ്. പക്ഷേ ഈ ഫൈബേഴ്സും പാരൻകൈമയും വെസലും ട്രക്കീഡും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാലാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. പ്ലാന്റ്സിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് സൈലവും ഫ്ലോയും ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സൈലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൈലം എന്ന ടേം സൈലോൺ എന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സൈലോൺ എന്ന വാക്കിനർത്ഥം വുഡ് എന്നാണ്. അപ്പം ഒരു മരത്തടി എന്ന് പറയുമ്പോൾ ആ തടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി സൈലാണ്. ഓക്കെ, അപ്പം സൈലത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ടർ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ വാട്ടർ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള മിനറൽസ്, സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന മിനറൽസ്, ഇതെല്ലാം വേരിൽ നിന്ന് നേരെ സ്റ്റെമ്മിലേക്കും ലീഫിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലം എലമെൻസിൽ കൂടെയാണ്. അപ്പം മരത്തടി നമ്മൾ പറഞ്ഞ വുഡ്, അത് നല്ല കട്ടിയാണ് അല്ലേ? അപ്പോൾ ആ കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ചെടിക്ക് ഇങ്ങനെ വളരെ വെർട്ടിക്കലായിട്ട് വളരാൻ സാധിക്കുന്നത്. പടരല്ലല്ലോ ചെയ്യുന്നത്. പടരുന്ന ചെടികളുണ്ട്, അതല്ലാതെ ഈ മരം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. ആ വളരെ ഹൈറ്റിൽ പോകുമ്പോഴും അതിങ്ങനെ നേരെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈലം എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ട്രക്കീഡ്സും വെസൽസും ഒക്കെ ഉള്ളതുകൊണ്ട്, ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് ഈ വാട്ടർ കണ്ടക്ഷനോടൊപ്പം തന്നെ സൈലം ചെടിക്ക് മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൈലം ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ 4 എലമെൻ്റാണ് കാണാൻ സാധിക്കുക: ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, അതേപോലെ സൈലം പാരൻകൈമ. ഇനി നമുക്ക് സൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സൈലത്തിൻ്റെ ഒറിജിൻ അനുസരിച്ച് നമുക്കതിനെ പ്രൈമറി സൈലം എന്നും സെക്കൻഡറി സൈലം എന്നും കാറ്റഗറൈസ് ചെയ്യാം. പ്രൈമറി സൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം പ്രൊകാംബിയം. പ്രൊകാംബിയം എന്ന് പറയുന്നത് ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. ആ മെരിസ്റ്റമാറ്റിക് സെൽ, ഈ വാസ്കുലർ ടിഷ്യൂസ് ഫോം ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലിനെയാണ് നമ്മൾ പ്രൊകാംബിയം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സൈലം എന്ന് പറഞ്ഞാൽ അത് വാസ്കുലർ കാമ്പിയത്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. വാസ്കുലർ കാമ്പിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്ലാന്റിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് അതിലത്തെ ഫെസിക്കുലാർ കാമ്പിയും ഇൻ്റർഫെസിക്കുലാർ കാമ്പിയും, അതായത് ഫെസിക്കുലാർ കാമ്പിയം എന്ന് പറഞ്ഞാൽ വാസ്കുലർ ബണ്ടിൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലുള്ള കാമ്പിയം. 2 വാസ്കുലർ ബണ്ടിൻ്റെ ഇടയിലുള്ള കാമ്പിയത്തിനാണ് നമ്മൾ ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെസിക്കുലാർ കാമ്പിയും ഇൻ്റർഫെസിക്കുലാർ കാമ്പിയും ജോയിൻ ചെയ്തിട്ട് ഒരു കാമ്പിയൽ റിംഗ് ഫോം ചെയ്യും. ആ റിങ്, അതിനെയാണ് നമ്മൾ വാസ്കുലർ കാമ്പിയം എന്ന് പറയുക. ആ റിങ്ങിൽ നിന്നാണ് സെക്കൻഡറി സൈലം ഫോം ചെയ്യുന്നത്. ഇനി പ്രൈമറി സൈലം തന്നെ 2 ടൈപ്പ് ഉണ്ട്: പ്രോട്ടോസൈലും മെറ്റാസൈലും. പ്രോട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം ഫസ്റ്റ്, ആദ്യം ഫോം ചെയ്യുന്ന സൈലം എലമെൻറ്റിനെയാണ് പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ ഫോം ചെയ്യുന്ന സൈലം എലമെൻറ്റ്സിനെ പ്രോട്ടോസൈലം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ സൈസ് സ്മോൾ ആയിരിക്കും. ആ പിക്ചർ നോക്കുക, അതിൽ വളരെ സ്മോൾ ആയിട്ട് ചെറുതായിട്ട് കാണിച്ചിരിക്കുന്ന ല്യൂമൻ, അത് പ്രോട്ടോസൈലത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടക്റ്റിംഗ് എലമെൻറ്റ്സ് കുറവായിരിക്കും. കണ്ടക്റ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രക്കീഡ്സും വെസൽസും അത് കുറവായിരിക്കും. പാരൻകൈമാറ്റിക് സെൽസ് ആയിരിക്കും കൂടുതൽ. സൈലം പാരൻകൈമയായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ഇനി മെറ്റാസൈലം രണ്ടാമത്തെ ടൈപ്പാണ് മെറ്റാസൈലം. മെറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം ആഫ്റ്റർ, ബിയോണ്ട് അല്ലെങ്കിൽ ലേറ്റർ. അതായത് ചെടി വളർന്ന് കുറച്ചെത്തിയതിന് ശേഷം അതിൻ്റെ ഇലോങ്ങേഷനൊക്കെ, ഒരു ഓർഗൻ്റെ ഇലോങ്ങേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡിറൈവ് ചെയ്യുന്ന സൈലം എലമെൻറ്റ്സിന് നമ്മൾ മെറ്റാസൈലം എന്നാണ് പറയുക. സൈസ് പ്രോട്ടോസൈലത്തിനേക്കാളും വലുതായിരിക്കും. ഇനി ഇതിലത്തെ കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കണ്ടക്റ്റിംഗ് സെൽസാണ്. ട്രക്കീഡ്സും വെസൽസും ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. പാരൻകൈമ കുറവായിരിക്കും.
ഇനി നമുക്ക് ഓരോ എലമെൻ്റായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ട്രക്കീഡ്സ്. ട്രക്കീഡ്സ് എന്ന് പറയുന്നത് സൈലത്തിലെ കണ്ടക്റ്റിംഗ് സെൽസിൽ ഒന്നാണ്. അപ്പം കണ്ടക്റ്റിംഗ് സെൽ, വാട്ടർ കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി വെസൽസും ട്രക്കീഡ്സും ആണ്. ട്രക്കീഡ്സ് എല്ലാ വാസ്കുലർ പ്ലാന്റ്സിലും കാണാൻ സാധിക്കുന്ന ഒരു എലമെൻ്റാണ്. ഇപ്പം ടെറിഡോഫൈറ്റ്സ് അല്ലെങ്കിൽ ജിംനോസ്പേം, വാസ്കുലർ ടിഷ്യൂസ് ഉള്ള പ്ലാന്റ് ഗ്രൂപ്പ്സിലൊക്കെ തന്നെ ട്രക്കീഡ്സ് കാണാൻ സാധിക്കും, ആൻജിയോസ്പേമിലും ഒക്കെ. ഇനി ഇതിൻ്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ആണ്, ട്യൂബുലാർ ആണ്, ട്യൂബ് ടൈപ്പാണ്, ആൻഡ് ടേപ്പറിങ് എൻഡ്സ്. അതിൻ്റെ എൻഡ് ആ പിക്ചറിൽ നോക്കുക, എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ 2 ടിപ്പും പോയിൻറ്റഡ് ആണ്, അതിനെയാണ് ടേപ്പറിങ് എൻഡ്സ് എന്ന് പറയുക. ഇനി ട്രക്കീഡ്സ് ദേ ആർ തിക്ക്. അതിന് ലിഗ്നിഫൈഡ് സെക്കൻഡറി വാൾ ഉണ്ട്, ലിഗ്നിൻ ഡെപ്പോസിഷൻ നന്നായിട്ട് കാണാൻ സാധിക്കും, അതുകൊണ്ട് തിക്ക് വാൾഡാണ്. ആൻഡ് ദേ ആർ നോൺ ലിവിങ് അറ്റ് മെച്യൂരിറ്റി. അപ്പം ഡെഡ് സെൽസ്, അത് ഞാൻ പറഞ്ഞു, കോംപ്ലക്സ് ടിഷ്യൂവിൽ ലിവിങ്ങും ഡെഡും കാണാൻ സാധിക്കും. സൈലത്തിൽ കാണുന്ന ഡെഡ് സെല്ലാണ് എന്ത്, ട്രക്കീഡ്സ്. ഓക്കെ, ദേ ആർ നോൺ ലിവിങ് അറ്റ് മെച്യൂരിറ്റി. അപ്പോൾ യങ്ങായിരിക്കുമ്പോൾ സാധാരണ നോർമൽ സെല്ല് പോലെ തന്നെ പ്രോട്ടോപ്ലാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മെച്യൂറായി കഴിയുമ്പോൾ ആ പ്രോട്ടോപ്ലാസമൊക്കെ നഷ്ടപ്പെട്ട് അത് ഡെഡായിട്ട് മാറും. ഇനി ഒരു ട്രക്കീഡ് സെല്ല് അടുത്ത സെല്ലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ട്രക്കീഡിൽ നിന്ന് മറ്റൊരു ട്രക്കീഡ് സെല്ലിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ എൻഡ് വാളിലുള്ള പിറ്റ് വഴിയാണ്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കിയേ, ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് സൈലം വെസലും ഉണ്ട്, ട്രക്കീഡ്സും ഉണ്ട്. ട്രക്കീഡിൽ പിറ്റ് ആണ് രണ്ട് ട്രക്കീഡ് മെമ്പറിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവോൾവിലുള്ള പിറ്റ്സാണ്. അപ്പോൾ പിറ്റ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും ബോർഡേഡ് പിറ്റ്സാണ് കാണാൻ സാധിക്കുക. 3 ടൈപ്പ് അറേഞ്ച്മെൻറ്റാണ് പിറ്റ്സിലുണ്ടായിരിക്കുക. അതായത് പിറ്റ് 3 രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക വാളിൽ. ഒന്ന് സ്കലാരിഫോം പിറ്റിംഗ്. സ്കലാരിഫോം പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രാമിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് സ്കലാരിഫോം പിറ്റിംഗ്. അവിടെ പിറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആണ്. ഓക്കെ, എന്നിട്ട് അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ കോണിപ്പടിയിൽ പടികൾ നിൽക്കുന്ന പോലെ, നമ്മളൊരു സ്റ്റെയർ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റെപ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അല്ലേ, അതേപോലെ ഓരോ പിറ്റും ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലാഡർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇനി ഓപ്പോസിറ്റ് പിറ്റിംഗ് ഈ ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ, ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഡയഗ്രാമാണ് ഓപ്പോസിറ്റ് പിറ്റിംഗ്. അവിടെ പിറ്റിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പാണ്. അത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്, പെയറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഓൾട്ടർനേറ്റ് പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇമേജ്. അത് എന്താണ്, അവിടെ പിറ്റ് ഡയഗണൽ റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് വെസൽസ് ആണ്. വെസൽസും കണ്ടക്റ്റിംഗ് സെല്ല് തന്നെയാണ്. അതും തിക്കൻഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. സെക്കൻഡറി വാളിൽ തിക്കനിങ് കാണാം, ലിഗ്നിൻ ഡെപ്പോസിഷൻ, ഹെവി ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണാൻ സാധിക്കും. ഇനി അതും ഡെഡാണ്, വെസൽസും ഡെഡാണ്, മെച്യൂർ ആകുമ്പം അത് ഡെഡായിരിക്കും. ഇത് കൂടുതലായിട്ട് കാണുന്നത് ആൻജിയോസ്പേംസിലാണ്. ആൻജിയോസ്പേമിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് വെസൽസ്. പിന്നെ കാണുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജിംനോസ്പേമിൽ നീറ്റത്തിൽ വെസൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എവല്യൂഷനിൽ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എവല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി വെസൽ എങ്ങനെയാണ് ട്രക്കീഡ്സിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഈ പറഞ്ഞതൊക്കെ ട്രക്കീഡ്സും ആയിട്ട് ഷെയർ ചെയ്യുന്ന ഫീച്ചേഴ്സാണ്, എക്സെപ്റ്റ് ആൻജിയോസ്പേമിൽ മാത്രമേ കാണൂ എന്നുള്ളത്. ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ട്രക്കീഡ്സിനും ഇതിനും സിമിലറാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിണ്ട്രിക്കൽ സെല്ലാണ്. ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആണെന്ന് പറഞ്ഞു, പക്ഷേ വെസൽസ് സിലിണ്ട്രിക്കലാണ്. ആൻഡ് ടേപ്പറിങ് എൻഡ്സ് അല്ല, എൻഡ് ഇങ്ങനെ കൂർത്തല്ല കാണുന്നത്, വൈഡാണ്, എൻഡ് വാള് വൈഡാണ്. പിന്നെ ട്രക്കീഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേ ആർ ഷോർട്ട് ആൻഡ് വൈഡ്. അത് ഒരുപാട് നീളമില്ല, ഷോർട്ടാണ്, കുറച്ചും കൂടെ വീതിയുണ്ട്. ഇനി എൻവോൾസിൽ എന്താ കാണുന്നത്? എൻവോൾസ് ആർ പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്സ് ആണ്. അപ്പം ഈ എൻഡ് വാളിൽ അവിടെ ചില ഭാഗങ്ങളിൽ പ്രൈമറി വാളും സെക്കൻഡറി വാളും ഉണ്ടായിരിക്കില്ല, ഓപ്പൺ ആണ്, പോറ് പോലെയാണ്. അത്തരം ഓപ്പണിങ്സ് ഉള്ള
ആ ഓപ്പണിങ്ങിനെയാണ് പെർഫറേഷൻ എന്ന് പറയുന്നത്. ഓപ്പണിങ്സ് ഉള്ള എൻവോളിനെ പെർഫറേഷൻ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം രണ്ട് വെസൽ മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പെർഫറേഷൻ കൂടിയാണ്. ട്രക്കീഡ്സിൽ പിറ്റി കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, അതായത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടന്നിരുന്നത് പിറ്റി കൂടിയാണ്. പക്ഷേ വെസൽസിൽ എങ്ങനെ ഒരു വെസൽ മെമ്പറിൽ നിന്ന് മറ്റൊരു വെസൽ മെമ്പറിലേക്ക് വാട്ടർ പോകുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ടേക്സ് പ്ലേസ് ത്രൂ പെർഫറേഷൻ. സോ നമുക്ക് പറയാം വെസൽ എലമെൻറ്റ്സ് ആർ ഇൻ്റർ കണക്റ്റഡ് ത്രൂ പെർഫറേഷൻസ്. അപ്പോൾ ഈ പെർഫറേഷൻ പ്ലേറ്റ് രണ്ട് ടൈപ്പ് കാണാൻ സാധിക്കും: സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ്. സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫറേഷൻ പ്ലേറ്റ് ഹാവിങ് എ സിംഗിൾ പെർഫറേഷൻ, എൻഡ് വാളിൽ ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ പെർഫറേഷൻ എന്ന് പറയും. മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫറേഷൻ പ്ലേറ്റ് ഹാവിങ് സെവറൽ ഓപ്പണിങ്സ്, ഒന്നിൽ കൂടുതൽ ഓപ്പണിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് എന്നാണ് പറയുക. ഈ പെർഫറേഷൻ പ്ലേറ്റ് തന്നെ ഈ പെർഫറേഷൻ്റെ അറേഞ്ച്മെൻറ്റ്, ഓപ്പണിംഗ് അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതൊക്കെ അനുസരിച്ചിട്ട് ഈ മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ സ്കലാരിഫോം പെർഫറേഷൻ പ്ലേറ്റ്. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഇമേജിലത്തെ സെക്കൻഡ് ഡയഗ്രാം ബി, അതാണ് സ്കലാരിഫോം പെർഫറേഷൻ പ്ലേറ്റിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെ പെർഫറേഷൻസ് അതിൻ്റെ ഷേപ്പ്, സൈസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സൈസല്ല ഷേപ്പ് പറയുകയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ആണ്. എന്നിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒരു ലാഡർ ലൈക്ക് അറേഞ്ച്മെൻ്റാണ് സ്കലാരിഫോം പെർഫറേഷൻ പ്ലേറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി റെറ്റിക്കുലേറ്റ് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെറ്റിക്കുലേറ്റ് മാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് നെറ്റ്വർക്ക് ലൈക്ക്, വല പോലെ. അപ്പോൾ വലകളിൽ ഓരോ കള്ളികൾ കണ്ടിട്ടില്ലേ, അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് റെറ്റിക്കുലേറ്റ് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയുക. ഇനി ഫൊറാമിനേറ്റ് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ഹോള് പോലെ, അതായത് സർക്കുലർ ഷേപ്പാണ്, അത് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക. പ്രത്യേകം ഒരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല. എൻഡ് വാളിൽ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന പെർഫറേഷൻ, അതിനെയാണ് ഫൊറാമിനേറ്റ് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രക്കീഡ്സ് ആണെങ്കിലും വെസൽസിലാണെങ്കിലും സെക്കൻഡറി വാൾ തിക്കൻഡ് ആണ് എന്നുള്ളത്. തിക്കൻഡ് ആവുന്നത് എങ്ങനെയാണ്? ലിഗ്നിൻ ഡെപ്പോസിഷൻ വഴിയാണ്. അപ്പോൾ ഈ ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് ഈ സെക്കൻഡറി വാൾ തിക്കനിങ് നമുക്ക് 5 ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ആനുലാർ തിക്കനിങ്. ആനുലാർ തിക്കനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിഗ്നിൻ ഡെപ്പോസിഷൻ നടന്നിരിക്കുന്നത് ഒരു റിംഗ് ലൈക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇമേജിലത്തെ ഫസ്റ്റ് ഡയഗ്രാം റിങ് പോലെ ഒരു ചെറിയ റിങ്ങുകൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത പോലെയാണ് ലിഗ്നിൻ ഡെപ്പോസിഷൻ നടന്നിരിക്കുന്നത്, തിക്കനിങ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തത് ഹെലിക്കൽ ഓർ സ്പൈറൽ തിക്കനിങ്, സ്പ്രിങ് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ സ്പ്രിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, അതേപോലെ ഒരു സ്പൈറൽ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹെലിക്കൽ തിക്കനിങ് എന്നാണ് പറയുക. ഇനി റെറ്റിക്കുലേറ്റ്, ഈ ഇമേജിൽ നാലാമത്തെ ഡയഗ്രാമാണ് റെറ്റിക്കുലേറ്റ്. നെറ്റ് ലൈക്ക്, ഒരു വല പോലെ, നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കള്ളികൾക്കൊരു ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയാണ് തിക്കനിങ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് റെറ്റിക്കുലേറ്റ് തിക്കനിങ് ആണ്. പിന്നെ അടുത്തത് സ്കലാരിഫോം തിക്കനിങ്. സ്കലാരിഫോം നമ്മൾ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സ്കലാരിഫോം എന്ന് പറഞ്ഞാൽ ലാഡർ ലൈക്കാണ്. അപ്പം ഒരു ബാൻഡ് പോലെ, ബാൻഡ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആ രീതിയിൽ തിക്കനിങ് വരികയാണെങ്കിൽ അതിനെ സ്കലാരിഫോം തിക്കനിങ് എന്ന് പറയും. അഞ്ചാമത്തത് പിറ്റഡ് തിക്കനിങ്. പിറ്റഡ് തിക്കനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻ യൂണിഫോം ആണ്, പിറ്റ് ഉള്ള ഭാഗം. ആ പിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കി എല്ലാ ഭാഗത്തും ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണുന്നു എന്നുണ്ടെങ്കിൽ അതിനെ പിറ്റഡ് തിക്കനിങ് എന്നാണ് പറയുക. ഇപ്പോൾ വാളിൽ സിമ്പിൾ പിറ്റാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ പിറ്റഡ് തിക്കനിങ് എന്ന് പറയും. അതല്ല ബോർഡേഡ് പിറ്റ്സ് ആണ് ആ വാളിലുള്ളതെങ്കിൽ അതിനെ ബോർഡേഡ് പിറ്റഡ് തിക്കനിങ് എന്നും പറയും. ഇനി മൂന്നാമത്തത്
സൈലം ഫൈബേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സൈലറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സിമ്പിൾ ടിഷ്യൂസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് എന്താണെന്നറിയാൻ സിമ്പിൾ ടിഷ്യൂസിൻ്റെ വീഡിയോ ആ ലെക്ചർ ഒന്ന് കേട്ട് നോക്കുക. നാലാമത്തത് സൈലം പാരൻകൈമ. സൈലത്തിലെ ലിവിങ് കമ്പോണൻ്റാണ് സൈലം പാരൻകൈമ. അപ്പം പാരൻകൈമ അഗെയിൻ നമ്മൾ സിമ്പിൾ ടിഷ്യൂവിൽ ഡിസ്കസ് ചെയ്തു. തിൻ വാൾഡ് ആണ്, കൂടുതലായിട്ടും സെല്ലുലോസ് ആണ് കമ്പോണൻ്റ് ആയിട്ട് കാണുന്നത്, വാൾ മെറ്റീരിയൽ ആയിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സൈലത്തിൽ സെക്കൻഡറി സൈലത്തിന് അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന പാരൻകൈമാറ്റസ് സെൽസിൻ്റെ വാളിൽ കുറച്ച് ലിഗ്നൻ ഡെപ്പോസിഷൻ കാണാൻ സാധിക്കും. കാരണം ബാക്കി എല്ലാ കമ്പോണൻസും തിക്ക് വാൾഡാണ്. അപ്പോൾ ഇത് വളരെ തിൻ വാൾഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലല്ലേ, തിക്ക് വാൾഡായിട്ടുള്ള സെല്ലുകളുടെ ഇടയിലാകുമ്പോൾ പ്രഷറും കൊണ്ട് ചിലപ്പോൾ അത് ക്രഷ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ സൈലം പാരൻകൈമ സെക്കൻഡറി സൈലത്തിൻ്റെ കൂടെയുള്ള സൈലം പാരൻകൈമയിൽ കുറച്ച് ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണാൻ സാധിക്കും. ഇനി സെക്കൻഡറി സൈലം പാരൻകൈമ 2 ടൈപ്പാണുള്ളത്, ആക്സിയൽ പാരൻകൈമയും റേ പാരൻകൈമ. ആക്സിയൽ പാരൻകൈമ ഇസ് ഫോർ ഫുഡ് സ്റ്റോറേജ്, റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർച്ചും അല്ലെങ്കിൽ ഫാറ്റും ഡെപ്പോസിഷൻ ഒക്കെ അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന പാരൻകൈമാറ്റസ് സെല്ലാണ് ആക്സിയൽ പാരൻകൈമ. റേ പാരൻകൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ലാറ്ററൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ, ഹൊറിസോണ്ടൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ബാക്കി ട്രക്കീഡ്സും വെസൽസും എല്ലാം വെർട്ടിക്കൽ കണ്ടക്ഷനാണ്, റൂട്ടിൽ നിന്ന് നേരെ ടിപ്പിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അതല്ലാതെ ഇപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് നടക്കുക എന്ന് പറയുമ്പോൾ വിത്ത് കൂടി വരില്ലേ, അപ്പം ആ സൈഡിലേക്ക് ലാറ്ററൽ കണ്ടക്ഷൻ നടക്കുന്നത് റേ പാരൻകൈമ വഴിയാണ്. ഇനി സൈലം പഠിക്കുമ്പോൾ അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു ടെർമിനോളജിയാണ് ടൈലോസിസ്. എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് ടൈലോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടൈലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസലിൻ്റെ ല്യൂമനിലേക്ക് കാണുന്ന ഒരു ഔട്ട് ഗ്രോത്താണ്. ഏത് സെല്ലിൽ നിന്നാണ് ഈ ഔട്ട് ഗ്രോത്ത് വരുന്നത്? വെസലിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പാരൻകൈമാറ്റസ് സെൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആക്സിയൽ പാരൻകൈമ, റേ പാരൻകൈമ, ഇതെല്ലാം ഇപ്പോൾ വെസൽ മെമ്പേഴ്സിനോട് ക്ലോസ് കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് വെസലിൻ്റെ നെയ്ബറിങ് സെൽസാണ് പാരൻകൈമ സെൽസ് എന്നുണ്ടെങ്കിൽ ആ പാരൻകൈമ സെൽസിൽ നിന്ന് വെസലിൻ്റെ ഉള്ളിലേക്ക് ഈ വാളിൻ്റെ പിറ്റ് ക്യാവിറ്റിയുടെ ഉള്ളിൽ കൂടെ അതിൻ്റെ പ്രോട്ടോപ്ലാസം ഇങ്ങനെ ഔട്ട് ഗ്രോത്ത് പോലെ ഒരു ബലൂൺ ഷേപ്പിൽ വെസലിൻ്റെ ഉള്ളിലേക്ക് വെസൽ ന്യൂമണിൽ കാണാൻ സാധിക്കും. അത്തരം ബലൂൺ ഷേപ്ഡ് ഔട്ട് ഗ്രോത്തിനെയാണ് ടൈലോസിസ് എന്ന് പറയുന്നത്. ഈ ഔട്ട് ഗ്രോത്ത് ഉണ്ടാക്കുന്ന പാരൻകൈമ സെൽസിന് നമ്മൾ കോണ്ടാക്റ്റ് സെൽസ് എന്ന് പറയും. ഡയഗ്രാം അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമിൻ്റെ നടുവിൽ കാണിച്ചിരിക്കുന്നത് വെസൽ ല്യൂമനാണ്. അതിലാണ് ബലൂൺ ഷേപ്പ് സ്ട്രക്ചർ, അതായത് ടൈലോസിസ് കാണിക്കുന്നത്. ആ ടൈലോസിസ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? നെയ്ബറിങ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസിൽ നിന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോട്ടോസൈലം, മെറ്റാസൈലം. ഈ പ്രോട്ടോസൈലത്തിനും മെറ്റാസൈലത്തിനും അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ട് സൈലം അറേഞ്ച്മെൻറ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: എൻഡാർക്ക്, എക്സാർക്ക് ആൻഡ് മീസാർക്ക്. എൻഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം മെച്ചുറേഷൻ ഈസ് സെൻട്രിഫ്യൂഗൽ. സെൻട്രിഫ്യൂഗൽ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം എവേ ഫ്രം ദി സെൻറ്റർ എന്ന് വെച്ചാൽ, അപ്പം ഇവിടെ എന്താ സംഭവിക്കണേ? ആദ്യം സൈലം എലമെൻറ്റ് ഫോം ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെൻറ്റർ പോർഷനിലാണ്. അപ്പോൾ എൻഡാർക്ക് അറേഞ്ച്മെൻറ്റ് ഒരു പ്ലാന്റ് സ്റ്റെമ്മിലാണ് കാണുക. അപ്പോൾ സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ സെൻറ്റർ പൊസിഷനിൽ പിത്താണ് അല്ലേ. അപ്പോൾ പിത്തിനോട് ചേർന്നിട്ടാണ് ആദ്യം സൈലം എലമെൻറ്റ് ഫോം ചെയ്യുക, അതായത് പ്രോട്ടോസൈലം ഫോം ചെയ്യുക. പിന്നീട് അതിൻ്റെ ആ ഒരു സൈലം ഡെവലപ്മെൻറ്റ് ഈ സെൻറ്ററിൽ നിന്ന് നീങ്ങി പെരിഫറിയോട് ചേർന്ന്, അതായത് എപ്പിഡേർമസിനോട് അടുത്തായിട്ടാണ് വരിക. അപ്പോൾ മെറ്റാസൈലം എവിടെയാണ് കാണുക? എപ്പിഡേർമസിനടുത്ത്, അതായത് പെരിഫറിയോട് ചേർന്നിട്ട്. അപ്പം എൻഡാർക്ക് അറേഞ്ച്മെൻറ്റിൽ പ്രോട്ടോസൈലം എവിടെയാണ് കാണുക? ടുവേർഡ്സ് ദി സെൻറ്റർ, ടുവേർഡ്സ് ദി പിത്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ, ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദി എപ്പിഡേർമസ്, അതായത് പെരിഫറി. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എൻഡാർക്ക് അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുക. ഇനി എക്സാർക്ക് അറേഞ്ച്മെൻറ്റ്. എക്സാർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ മെച്ചുറേഷൻ ഈസ് സെൻട്രിപീറ്റൽ, ദറ്റ് ഈസ് ടുവേർഡ്സ് ദി സെൻറ്റർ. അപ്പം സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ പിത്ത്. അപ്പോൾ സൈലം ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എപ്പിഡേർമസിൻ്റെ അടുത്ത്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സെൻറ്ററിൽ, പിത്തിനോട് ചേർന്നിട്ട്. അപ്പം പ്രോട്ടോസൈലം കാണുക പെരിഫറിയിൽ, മെറ്റാസൈലം കാണുന്നത് സെൻറ്ററിൽ. ഓക്കെ,
ഇത് അതിനെയാണ് എക്സാക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. ഇത് കാണുന്നത് പ്ലാന്റിൻ്റെ റൂട്ടിലാണ്. ഇനി മൂന്നാമത്തത് മീസാർക്ക് അറേഞ്ച്മെൻറ്റ്. മീസാർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെച്ചുറേഷൻ ബോത്ത് സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് സൈലം അറേഞ്ച്മെൻറ്റ് കാണാൻ സാധിക്കുക? പ്രോട്ടോസൈലം സറൗണ്ടഡ് ബൈ മെറ്റാസൈലം. പ്രോട്ടോസൈലം നടുവിൽ കാണാം, ചുറ്റും മെറ്റാസൈലം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതിനെയാണ് എന്ത് പറയുക? മീസാർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. മീസാർക്ക് അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത് ഫേൺസിലും അതേപോലെ സൈക്കസിലും ഒക്കെയാണ്. അപ്പം ഇതോടുകൂടി സൈലം എന്ന പോർഷൻ അവസാനിച്ചു. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ലോങ് വീഡിയോ കണ്ടതിൻ്റെ ശേഷം ഷോർട്ട് വീഡിയോസും ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങളെ പഠിക്കാൻ എളുപ്പമായിരിക്കും. എങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരിക എക്സാമിന് എന്നുള്ളത്. ഒബ്ജക്റ്റീവും ഉണ്ട്, അതേപോലെ ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഒരു 10 വർഷത്തിന് കൂടുതൽ 2007 മുതലൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.